ഹൽ ഹൗസ് ഡ്രൈവറുടെ ദിവസത്തേക്ക് സ്വാഗതം. പതിവ് പോലെ സ്കൂളിൽ പോയി വന്നപ്പോൾ മേഡത്തിൻ്റെ സഹോദരിക്ക് ഫിഷ് മാർക്കറ്റിൽ പോകണമെന്ന്. മേഡത്തിൻ്റെ വണ്ടിയിൽ ഞങ്ങൾ ഷെർക്കിലേക്ക് യാത്ര തുടങ്ങി. അകലെ അമ്പരച്ചുംബികളായ ബിൽഡിങ്ങോട് കൂടിയതും അടുക്കും തോറും മനോഹരം കുറയുകയും ട്രാഫിക് കൂടിയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം സിറ്റി ഫിഷ് മാർക്കറ്റിലെത്തി. രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. എല്ലാ തട്ടിലും മീനുകൾ നിറച്ചു വരുന്നതേ ഉള്ളൂ. മേഡം ഇഷ്ടപ്പെട്ടത് തേടിയുള്ള നടത്തം തുടങ്ങി. പിന്നാലെ ക്യാമറ കണ്ണുമായി ഞാനും. നെമ്മീന് ആവോലിയാണ് തുടക്കക്കാർ. ഉല്ലാസ് പന്തളം പറഞ്ഞതുപോലെ വാള, പാര, ഞണ്ട്, മങ്കട, ആദ്യം നിൻ്റെ വായടയ്ക്കട. ദേ കിടക്കുന്ന ഒരുത്തൻ, ഇവൻ്റെ പേരെനിക്കറിയില്ല. വെള്ളക്കാരുടെ വെള്ളത്തീമേശയിലെ വെള്ളസുന്ദരിയാണിവൾ. കൊഞ്ചു ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം. കൊഞ്ചു പലതരമുണ്ട്, പല രാജ്യത്തിൻ്റെത്. പാടാനായൊരു പാട്ട്, എഴുതാനായൊരു നോട്ട്, വേണ്ടേ നിനക്കൊരു കൂട്ട് എന്നും പറഞ്ഞ് അമൂറ് ആവോലികളുടെ മധ്യത്തിൽ കിടക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കന്മഷി കൊണ്ട് കുളം കലക്കുന്ന കൂന്തലിരിക്കുന്നു. തൊട്ടടുത്തത് ബക്കറ്റിനുള്ളിൽ ഏത് കാലാവസ്ഥ വന്നാലും ഞങ്ങളെ ഐസിട്ട് മൂടിയിരിക്കുകയാണെന്നും പറഞ്ഞ് കൊഞ്ചും ഞണ്ടും ഇരിപ്പുണ്ട്. ഇവരെ വാങ്ങണമെങ്കിൽ 5 KD മുതൽ 8 KDക്കുള്ളിൽ വരെ വാങ്ങാം. കേരളത്തിൻ്റെ സ്വന്തം അഹങ്കാരമായ മത്തിച്ചേട്ടനാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്കും മേഡം മീനുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. പേരെനിക്കറിയില്ല. മസരി അവനെ കഴുകി കുളിപ്പിച്ചു. കട്ടിംഗ് ബോർഡിൽ കിടത്തി. എന്തോ വലിയ സർജറി ചെയ്യുന്ന മട്ടിലാണ്. അവൻ്റെ ആന്തരിക അവയവങ്ങൾ പറിച്ചെറിയുകയും കീസിനുള്ളിലാക്കി എൻ്റെ കൈകളിലേക്ക്. ഞാൻ അതുമായി നേരെ വാഹനത്തിലേക്ക്. ഇത്രയും നേരമായിട്ട് മേഡത്തിനെ കാണുന്നില്ല. എന്നാൽ പിന്നൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. അന്തരീക്ഷമാകെ മങ്ങിക്കിടക്കുകയാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കുവാനും സാധ്യതയുണ്ട്. കടലിൻ്റെ തീരത്തേക്ക് ഞാൻ നടന്നു. അതാ അവിടെ 3-4 ചേട്ടന്മാരിരുന്ന തിരമാല എണ്ണുന്നുണ്ട്. ഈ സമയമായതുകൊണ്ടാണ് ഇവിടെ ആൾ കുറവ്. വൈകുന്നേരമായ നല്ല തിരക്കാണ്. അപ്പോഴത്തേക്കും മേഡത്തിൻ്റെ വിളി വന്നു. ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് പോയി. നിങ്ങൾക്കറിയാവുന്ന മീനുകളുടെ പേരുകൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.